ഇന്ന് പോകുന്നത് ചായ കുടിയെല്ലാം മാറ്റി കുറച്ച് ചാരായം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ലൊക്കേഷൻ വേറെ എവിടെയല്ല, നമ്മുടെ കോഴിക്കോടുള്ള തലയാട്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വൈകിട്ട് അവിടെ എത്തി. അവിടെ എത്തിയപ്പം ആദ്യം തന്നെ പൊറോട്ടയും പോർക്കും പറഞ്ഞു, പിന്നെ കപ്പ ബിരിയാണിയും. പക്ഷേ എനിക്ക് കപ്പ ബിരിയാണിയാണ് പറഞ്ഞെങ്കിലും ഞാൻ കഴിച്ചത് പൊറോട്ടയും പോർക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. പിന്നെ ഞങ്ങളൊരു ഗ്ലാസ് കള്ളും പറഞ്ഞു. കള്ളങ്ങനെ കുടിക്കാറില്ല, എന്നാലും ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് ആവാം. അവിടെ എത്തിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പോരാത്തതിന് ഏറെക്കുറെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുമുണ്ട്. തലയാട് വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഈ വഴിക്ക് ഞാൻ അങ്ങനെ പോവാത്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് കേട്ടപ്പം പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് അവിടുത്തെ പോർക്ക് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പോർക്ക് കഴിച്ചതിന് ശേഷം കപ്പ ബിരിയാണി കഴിച്ചു നോക്കി. പക്ഷേ എനിക്ക് ലൈക്കായത് പോർക്കാണ് കേട്ടോ. അതായത് കപ്പ ബിരിയാണി കൊള്ളില്ലെന്നല്ല, ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പോർക്കായിരുന്നു. കള്ളുഷാപ്പ് പോയിട്ട് കള്ള് വാങ്ങി കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഗ്ലാസ് കള്ളും വാങ്ങിച്ചു, അതും കുടിച്ചു. 20-23 വർഷത്തിന് മേലെയായി ഈ ഷാപ്പ് ഇവിടെ. ഒരുപാട് പേര് ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നുണ്ട്. അതും ദൂരെ ഞങ്ങൾ കഴിച്ചെണീറ്റപ്പോഴേക്കും ഒരു നേരം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു മഴയൊക്കെ പെയ്ത് തുറന്നിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അവിടെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും കിട്ടില്ല. കാരണം ഗൂഗിൾ പേ ഉണ്ട്, പക്ഷേ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി. എന്ന് വെച്ചാൽ അവിടെ റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ അതെടുത്ത് കൈ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഫാമിലി ആയിട്ട് ഇവിടെ വരാനുള്ള സൗകര്യമുണ്ട്. കൂടുതലും ഫാമിലികളാണ് ഇവിടെ പന്നി, ബീഫ്, ചിക്കൻ, ബോട്ടി, അതേപോലെ ലിവർ, ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണം എന്നുള്ളത്. അതെല്ലാം സാധിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. ഒരു മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഒന്നാമത് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.